ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചിറയൻകീഴ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കാർഷിക രംഗങ്ങളിൽ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന താങ്കൾക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പെരുവാതുറയിൽ ഇന്ന് പൂക്കളും പച്ചക്കറികളും സമൃദ്ധമായി കൃഷി ചെയ്യാം എന്ന് തെളിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കേരകൃഷി നാശത്തിൻ്റെ വക്കിലാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറികളിൽ തെങ്ങുകൾ മുറിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നിത്യവും കാണാൻ കഴിയും. ഇതിന് പകരമായി ഒരു തെങ്ങ് പോലും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയുന്നില്ല. ജനപങ്കാളിത്തത്തോടെ തെങ്ങിൻ തൈകൾ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ ഗ്രാമത്തെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും അതിനോട് യോജിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലായിരുന്നാലും മറ്റ് കുടുംബങ്ങളിലായിരുന്നാലും അവരുടെ ജീവിത വരുമാനം എന്ന് പറയുന്നത് കേരവൃക്ഷമായിരുന്നു. ആ വൃക്ഷമാണ് ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഈ രോഗങ്ങൾ വന്ന് ഇന്നിപ്പോൾ അതിനെ സംരക്ഷിക്കാൻ പോലും ആൾക്കാർ തയ്യാറാകാത്ത രീതിയിൽ, കാരണം അതിനനുസരിച്ചുള്ള വരുമാനം അതിൽ നിന്ന് ലഭിക്കാതെ വന്നപ്പോഴത്തേക്ക് ആ തെങ്ങിനെ സംരക്ഷിക്കാൻ പോലും ആൾക്കാർ തയ്യാറാവുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ നിർദ്ദേശം വളരെ നല്ലൊരു നിർദ്ദേശമാണ്. തീർച്ചയായിട്ടും ആ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മളുടെ കൃഷിഭവൻ മാറും. ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പറയാം. ഇന്ന് പെരുമാതുറ ഗ്രാമവാസികൾക്ക് ചിറയൻകീഴ് കൃഷി ഓഫീസർ ജയകുമാർ സാർ എന്ന് കേട്ടാൽ വളരെ സ്നേഹവും ബഹുമാനവുമാണ്. കാരണം മുൻകാലങ്ങളിലുള്ള കൃഷി ഓഫീസർമാർ കസേരകളിൽ നിന്നും എഴുന്നേൽക്കുന്ന സ്വഭാവമേ ഇല്ല. ശമ്പളം കൃത്യമായി കൈപ്പറ്റി കാലം കഴിച്ചു. എന്നാൽ താങ്കൾ വ്യത്യസ്ത നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്. കൃഷിക്കാരെ തോളോട് ചേർത്ത് പിടിച്ച് അവരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന താങ്കൾക്ക് ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ. ഇനി മുന്നോട്ടുള്ള താങ്കളുടെ പദ്ധതികൾ എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? പെരുമാതുറ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് പെരുമാതുറ കടലാണ്. ഈ കടലെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ ടൈറ്റിൽ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളാണ്. മുതലപ്പൊഴി എന്നാൽ അപകടമാണ്, അപകട മരണമാണ്, മത്സ്യബന്ധന പ്രശ്നങ്ങളും മറ്റുമാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ 1 ഏക്കറിന് മുകളിൽ സ്ഥലവിസ്തൃതിയുള്ള എണ്ണത്തിൽ പറഞ്ഞ ആൾക്കാരുള്ള സ്ഥലമാണ് പെരുമാതുറ. ഇവിടുത്തെ മുഖ്യവിള എന്ന് പറയുന്നത് തെങ്ങാണ്. 70 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഒരു 1500 മുതൽ 2500 തെങ്ങ് വരെ നിലവിൽ പെരുമാതുറയുണ്ട്. നാളികേര കൃഷിക്കും അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കും ഒക്കെ വില വർദ്ധിച്ചു നിൽക്കുന്ന ഈ സമയത്ത് തെങ്ങ് കൃഷി ഏറ്റവും ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പെരുമാതുറ എന്ന് പറയുന്നത്. കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കൃഷിഭവൻ ശ്രദ്ധ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് പെരുമാതുറ. ഇപ്പോൾ തെങ്ങ് കൃഷി ചെയ്യുന്ന പല പ്രദേശങ്ങളും ഇടവിളയായിട്ട് ചെയ്യാനുള്ള സാധ്യത പലരും പ്രയോജനപ്പെടുത്തി കാണുന്നില്ല. ഒന്ന്, മണൽ മണ്ണിൻ്റെ പ്രശ്നം. 2, ഉപ്പിൻ്റെ അംശമുള്ള വെള്ളത്തിൻ്റെ പ്രശ്നം. വേനൽക്കാലമാകുമ്പോൾ വരുന്ന വരൾച്ചയുടെ പ്രശ്നം. മഴക്കാലമാകുമ്പോൾ വരുന്ന വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം. പിന്നെ എന്തിട്ടാലും അത് വിളവാകില്ല എന്നുള്ള രോഗകീട പ്രശ്നം. കാലാവസ്ഥയിൽ വരുന്ന വ്യതിചലനങ്ങൾ. ഇതെല്ലാം ഇവിടുത്തെ കാർഷിക മേഖലയുടെ പ്രധാന വെല്ലുവിളികളാണ്. അപ്പോൾ നൂഗ് കാക്കയെ പോലെ മണ്ണുള്ള പുരയിടമുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടെത്തി അവരുടെ കൃഷിയിടങ്ങളിൽ വന്ന് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് അവരെ പഠിപ്പിക്കുകയല്ല, അവർക്കോടൊപ്പം നിന്ന് കൃഷി ചെയ്ത് നമ്മളും വിളവെടുത്ത് ആഹ്ലാദിക്കുക. അത്തരത്തിലൊരു ആശയമാണ് നമ്മുടെ ചിറയൻകീഴ് കൃഷിഭവൻ ഇവിടെ നടപ്പിലാക്കിയത്. ഇവിടെ ഉദ്യോഗസ്ഥനെന്നോ കർമ്മസേന പ്രവർത്തകരെന്നോ കർഷകനെന്നോ ഇല്ല. താങ്കൾ പോലും തയ്യാറാണെങ്കിൽ താങ്കളെ പോലും കൃഷിപ്പണിക്ക് താങ്കളറിയാതെ ഉപയോഗപ്പെടുത്തും. ഇവിടെ പന്തൽ കെട്ടാനായാലും വിത്തിടാനായാലും അതിന് വെള്ളം നൽകാനായാലും അത്യാവശ്യം അത് കാറ്റടിച്ച് വീഴാതിരിക്കാൻ കമ്പ് കെട്ടുന്ന കേസിലായാലും എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടാണ് വർക്ക് ചെയ്യണം. ഇപ്പോൾ നൂഹ് കാക്കയുടെ അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ആദ്യ തൈ നട്ടിത് ഉദ്ഘാടനം ചെയ്തത്. ഇതൊരു ഓണത്തോട്ടമാണ്. ഒരു ഓണത്തോട്ടത്തിന് വേണ്ട ആംബിയൻസ് എന്താണോ? പൂവുണ്ട്, പച്ചക്കറിയുണ്ട്, അത് സമൃദ്ധമായ ഒരു നിറവ് കാഴ്ചയായിട്ടാണുള്ളത്. ഇത് പെരുമാതുറയിൽ നിന്ന് നമ്മൾ ചിറയൻകീഴിനും അതുപോലെ തന്നെ മാലോകർക്ക് മുന്നിലും നമ്മൾ തുറന്നു വയ്ക്കുകയാണ്. കടൽ പോലെ ഒരു കാഴ്ച. ആകാശത്ത് നമ്മളൊരു കടൽ കാഴ്ച പോലെയാണ് പാവലിൻ്റെ പന്തൽ നിൽക്കുന്നത്. അതൊരു പച്ചപ്പിൻ്റെ പർദീസ പോലെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മളിന്ന് വെന്യൂ ക്രിയേറ്റ് ചെയ്തത് MLA അടക്കമുള്ളവർ ആ പാവൽ പന്തലിന് ചുവട്ടിലിരുത്തിയാണ് ഇത്. അതും ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും യാഥാർത്ഥ്യമാകും. പല വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടി വന്നു.
പന്തൽ വിള ഇവിടെ അത്ര പരിചിതമായ ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് ചിറയൻകീഴിൽ. എന്നാൽ പെരുമാതുറയിൽ നമ്മൾ പന്തൽ ഉയർത്തി അതിനെ പ്രത്യേക പരിചരണം കൊടുത്ത് കായീച്ച എന്ന് പറഞ്ഞൊരു വലിയ കീടത്തിൻ്റെ പ്രശ്നമുണ്ട്. അതിനെ നമ്മൾ അതിജീവിക്കുന്നതിന് വേണ്ടി കായീച്ച കെണി ഒരുക്കി കള 4 പ്രാവശ്യമെങ്കിലും ഈ തോട്ടത്തിൽ അടിച്ചിട്ടുണ്ട്. കർമ്മശ്രീ പ്രവർത്തകർ അതിലെല്ലാം ശ്രദ്ധ വെച്ച് പ്രവർത്തിച്ചു. ഇപ്പോൾ ഇവിടെ പാവലുണ്ട്, പടവലുണ്ട്, അതുപോലെ തന്നെ മുളകുണ്ട്, തക്കാളിയുണ്ട്, വെണ്ടയുണ്ട്, പൂവുണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബീച്ച് റോഡിൽ ഹുമയൂൺ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലത്ത് നമ്മൾ 60 സെൻറ്റ് ഒരു പ്രദർശന പൂന്തോട്ടം ചെയ്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും നമ്മളൊരു 4 ദിവസത്തിനകത്തുണ്ടാകും. അതുപോലെ തന്നെ നജയുടെ ഒരു 1.5 ഏക്കർ തെങ്ങും തോപ്പിൽ 80 സെൻറ്റ് പൂക്കളുടെയും പച്ചക്കറിയുടെ ഒരു തോട്ടവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ശ്രീ നൗഷാദ്, മാധ്യമപ്രവർത്തകനായ ശ്രീ നൗഷാദിൻ്റെ പുരയിടത്തിലും നമ്മളൊരു തോട്ടം ഒരുക്കിയിട്ടുണ്ട്. ശ്രീ നസീമുദ് ചേട്ടൻ ഇതിൽ പങ്കാളിയാണ്. അപ്പോൾ വരുന്ന കാലത്ത് അടുത്ത ഓണത്തിന് ഈ പെരുമാതുറയെ ഒരു റെസിഡൻസ് സ്വഭാവത്തിൽ എടുത്തുകൊണ്ട് ഇതിൻ്റെ ഇരുവശങ്ങളിലും പുഷ്പകൃഷിയും പച്ചക്കറി കൃഷിയും നിറച്ചു പിടിപ്പിച്ച് നമ്മുടെ മണൽ മണ്ണിൻ്റെ ഗുണമേന്മ ഒരു കാർഷിക മൂല്യമാക്കി മാറ്റുവാനാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. താങ്കളിപ്പോൾ പെരുമാതുറയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. കാരണം സാമ്പത്തിക ശേഷിയുള്ളവരാരും ഇപ്പോൾ കൃഷിയിൽ ശ്രദ്ധിക്കുന്നില്ല. താങ്കളെപ്പോലുള്ളവർ മുന്നിട്ട് വന്നതും ഈ കൃഷിക്ക് എല്ലാവിധ സപ്പോർട്ട് ചെയ്തതിന് താങ്കൾക്ക് ആദ്യമായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്കൾ രാവിലെ ഈ പൂന്തോട്ടത്തിലും ഈ പച്ചക്കൃഷിയിലും വന്നു കഴിയുമ്പോൾ താങ്കളുടെ മനസ്സിന് എന്താണ് സന്തോഷം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് താങ്കൾ അതൊന്ന് വിശദീകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, എനിക്ക് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുമ്പോഴുള്ള സന്തോഷം. രണ്ടാമത് ആരോഗ്യം, ആ സന്തോഷം കിട്ടുന്നതിനുള്ള ആരോഗ്യം. ഇതിൽ കള പറിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കുക, അതൊക്കെ ചെയ്യുന്ന വെറുതെ ഇരിക്കുക. 76 വയസ്സായി, ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാര്യം എന്താണ്? കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്നുണ്ടാണ്. എനിക്ക് 2 അവാർഡ് കിട്ടി ചിറയൻകീഴ് പഞ്ചായത്തും കൃഷി ഭവനും കൂടി ചേർന്നത്. 2007 മികച്ച കേര കർഷകനുള്ള അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് 3000 തേങ്ങ വരെ ഈ പുരയിടത്തു നിന്ന് വെട്ടിയിരുന്നത്. ഇന്ന് വീട്ടിലെ ആവശ്യത്തിന് പോലും തികയുന്നില്ല. കാരണം അതിൽ വന്നിട്ടുള്ള ചില പാകപ്പിഴകൾ, തൊഴിലുറപ്പുകാർക്ക് കൊടുത്ത് വന്നിട്ടുള്ള പാകപ്പിഴകളാണ്. വീട്ടിലിടുന്ന അല്ല തെങ്ങിൻ്റെ മൂട്ടിലിടുന്ന വളവും മണ്ണും എല്ലാം വെട്ടി എവിടെയെങ്കിലും കളയും, പുല്ലുൾപ്പെടെ കളയും. അത് ആ വളം കിട്ടാവുന്നതാണ് ഈ തെങ്ങൊക്കെ ഇത്രയും നശിച്ചു പോയത്. ഇത് ഞാൻ വീട്ടാവശ്യത്തിനൊക്കെ അത്യാവശ്യ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ സാറുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ കൃഷിഭവനായിട്ട് വളരെ കാലം മുമ്പേ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം കസേര വിട്ട് നേരെ പറഞ്ഞു പോലെ കസേര വിട്ട് എഴുന്നേൽക്കാറില്ല. പക്ഷേ ഈ സാറ്, ഇപ്പോഴത്തെ സാറ് ജയകുമാർ സാറ് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്ന് ഈ രീതിയിൽ പരിപാലിച്ച്, പുള്ളിയുടെ അധ്വാനമാണ് ഏറ്റവും കൂടുതൽ, എൻ്റെ അധ്വാനമല്ല, പുള്ളിയുടെ അധ്വാനമാണ് ഈ കാണുന്നതല്ല. ഈ കർമ്മശ്രീക്കാരുടെയും ഇതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ കാണുന്ന പൂന്തോട്ടവും ഈ കാണുന്ന പച്ചക്കറികളെല്ലാം മെച്ചപ്പെടുത്തിയെടുത്തതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത ഈ കർമ്മസേന, അവർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.